ഇന്ന് നമ്മൾ 12 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി ലെവൽ ഇൻഡിക്കേറ്റർ ഉണ്ടാക്കി. അപ്പോൾ ഇതിന് വന്ന ചിലവെന്ന് പറയുന്നത് വെറും 8 രൂപ മാത്രമാണ്. നമുക്കിതിനായിട്ട് 5 LED ബൾബും 5 റെസിസ്റ്ററാണ് ആവശ്യം. അപ്പം LED-ക്ക് 5 രൂപയും റെസിസ്റ്റർ ഏകദേശം 3 രൂപയ്ക്കാണ് ആവുള്ളൂ. അപ്പം ഇത് നല്ല അടിപൊളിയായിട്ട് തന്നെ 12 വോൾട്ടിൻ്റെ ബാറ്ററി ലെവലൊക്കെ കാണിക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതിന് IC-യുടെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഈ ഒരു 5 റെസിസ്റ്ററും 5 LED ബൾബും ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ സിമ്പിളായിട്ട് ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ഒരു ഭാഗം കൂടി കാണണം. അപ്പോൾ നമ്മളിവിടെ ബാറ്ററിക്ക് പകരം നമ്മൾ വോൾട്ടേജൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാർജറിലാണ് ഇപ്പോൾ കണക്ട് ചെയ്തേക്കുന്നത്. അപ്പം നമുക്കിത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് കറക്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതിൽ കണക്ട് ചെയ്തേക്കുന്നത്. നമ്മളിവിടെ പേപ്പറിൽ 20%, 40, 60, 80, 100 അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ 3 വോൾട്ട് ആക്കിയ സമയത്ത് 20% ഇൻഡിക്കേറ്റർ പൈതയെ തെളിയുകയും നമ്മൾ വോൾട്ടേജ് കൂട്ടുന്നതനുസരിച്ച് 40ലേക്കും കയറിയിട്ടുണ്ട്. 40% ആയിട്ടുണ്ട് ഇപ്പോൾ കാണിക്കുന്നത്. 5 വോൾട്ടൊക്കെ കൊടുക്കുന്ന സമയത്ത് അങ്ങനെയാകുന്നുണ്ട്. ഇപ്പോൾ 6 വോൾട്ടിന് മുകളിലേക്ക് കയറുന്ന സമയത്ത് 60% അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ബാറ്ററി ലെവൽ ഇൻഡിക്കേറ്റർ ഉണ്ടാക്കാൻ നമുക്ക് വെറും 5 LED 5 റെസിസ്റ്റർ മാത്രം മതി. അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കാൻ ഇപ്പം സോൾഡിങ് ആണൊന്നും ഇല്ലെങ്കിലും നമുക്ക് കൈകൊണ്ട് പിരിച്ചായാലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എല്ലാവർക്കും സോൾഡിങ് ആയതുകൊണ്ടാണെന്ന് നിർബന്ധമില്ല. അപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നമ്മൾ വോൾട്ടേജ് കൂട്ടുന്നതനുസരിച്ച് ആ ലൈറ്റ് ഓരോ ഇൻഡിക്കേറ്ററും കെട്ടുപോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് IC ഒന്നും വേണ്ട, നമുക്ക് 5 LED-യും 5 റെസിസ്റ്ററും മാത്രം മതി. ഇനി ഇതിലേക്ക് ഞാനൊരു ലൈറ്റും കൂടി കണക്ട് ചെയ്യുകയാണ്. 12 വോൾട്ടിൻ്റെ ഒരു ബൾബ് കൂടി ഇതിലൊന്ന് തെളിച്ച് നോക്കാം. ആ സമയത്ത് ഇതിൻ്റെ ഇൻഡിക്കേറ്ററിൻ്റെ മാറ്റം വരുന്നുണ്ടെന്ന് അറിയാം. ഇപ്പോൾ നമ്മളൊരു ലൈറ്റ് 12 വോൾട്ടിൻ്റെ ലൈറ്റ് കണക്ട് ചെയ്ത സമയത്ത് 13 വോൾട്ട് കാണിച്ചുകൊണ്ടിരുന്നത് 10 വോൾട്ടിലേക്ക് താന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് 100% ആയിട്ട് തെളിഞ്ഞ് ചെയ്യുന്ന ആ ഒരു LED ഓഫ് ആകുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് ഒരു ഇതിൽ കാണിക്കുന്നത് 80% വോൾട്ട് ചാർജാണ്. അപ്പോൾ നമുക്കിത് ബാറ്ററിയിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ റിസൾട്ട് ഉണ്ടാകും. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കാം. ഇതിന് യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല, നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഒരു 8 രൂപ ചിലവ് മാത്രമേ ഉള്ളൂ ഇതിന്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വാ. നമ്മളുണ്ടാക്കിയെടുക്കുന്ന ഈ ഒരു ബാറ്ററി ലെവൽ ഇൻഡിക്കേറ്റർ ഇതുപോലുള്ള 12 വോൾട്ടിൻ്റെ എത്ര AH കൂടിയതും കുറഞ്ഞതുമായ ബാറ്ററിയുടെ ലെവൽ കറക്റ്റായിട്ട് കാണിക്കും. ഒരു 5 LED ബൾബ് വേണം. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് 2 ചുവപ്പും 2 പച്ചയും ഒരു മഞ്ഞയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് എടുക്കാം. ഇതുപോലെ എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി തിരിച്ചറിയാൻ കുറച്ചും കൂടി എളുപ്പമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഒന്നാമത്തെ ചുവപ്പ് LED ആണ് 20%. അങ്ങനെ ആ ഒരു രീതിയിലാണ് വരുന്നത്. ഇനി നമുക്ക് 5 റെസിസ്റ്റർ വേണം. 1K-യുടെ 5 റെസിസ്റ്ററാണ് വേണ്ടത്. നമ്മളൊരു കോപ്പർ കമ്പിയിൽ നമ്മൾ എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പിന്നെ നമുക്ക് ഈ ഒരു LED-യിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പം ഇതാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തേക്കുന്ന LED. ഇത് നമ്മൾ സീരിയലായിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. ഒന്നാമത്തെ LED-യുടെ നെഗറ്റീവ് അടുത്ത രണ്ടാമത്തെ ചുവപ്പ് LED-യുടെ പോസിറ്റീവ് കാലിലേക്കാണ് കയറിയേക്കുന്നത്. ആ ഒരു ചുവപ്പ് LED-യുടെ നെഗറ്റീവ് അടുത്ത മഞ്ഞ ബൾബിൻ്റെ പോസിറ്റീവിലേക്കാണ് ചെന്ന് കയറിയേക്കുന്നത്. അടുത്തത് ഈ ഒരു പച്ചയുടെ പോസിറ്റീവിലേക്ക്. അങ്ങനെ ഒരു രീതിയിലാണ് നമ്മൾ കണക്ട് ചെയ്തേക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ റെസിസ്റ്റർ കണക്ട് ചെയ്യണം. ഈ ഒരു രീതിയിൽ 5 LED-യും ഇങ്ങനെ സീരിയലായിട്ട് കണക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്കിനി റെസിസ്റ്റർ കണക്ട് ചെയ്യേണ്ടത് നമ്മൾ കോപ്പർ കമ്പിയിൽ ഇപ്പം റെസിസ്റ്ററിൻ്റെ ഒരു സൈഡിലെ കാലെല്ലാം നമ്മൾ 5 എണ്ണവും സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഏറ്റവും സൈഡിൽ കാണുന്ന പച്ചയുടെ നെഗറ്റീവ് പിന്നിലേക്ക് ഈ ഒരു റെസിസ്റ്റർ സോൾഡർ ചെയ്യുക. ഇനി ഓരോ ബൾബിൻ്റെയും സെൻറ്ററിലായിട്ട് 2 പച്ചയുടെ സെൻറ്ററിൽ വരുന്ന ഒരു കാലിലേക്ക് അടുത്ത രണ്ടാമത്തെ റെസിസ്റ്റർ സോൾഡർ ചെയ്തിട്ടുണ്ട്. അടുത്തത് ഈ മഞ്ഞയുടെയും പച്ചയുടെയും നടുക്കുള്ള സെൻറ്ററായിട്ട് വരുന്ന കാലിൽ മൂന്നാമത്തെ നമ്മൾ റെസിസ്റ്ററിൻ്റെ കാലും നമ്മൾ സോൾഡർ ചെയ്തിട്ടുണ്ട്. അടുത്തത് ഈ ചുവപ്പിൻ്റെയും മഞ്ഞയുടെയും നടുക്കുള്ള ഈ ഒരു കാലിലേക്കാണ് നമ്മൾ നാലാമത്തെ ഈ സൈഡിൽ നിന്നുമ്പം രണ്ടാമത്തെ റെസിസ്റ്റർ സോൾഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിക്ക് എല്ലാ റെസിസ്റ്ററും LED-യിലേക്ക് സോൾഡർ ചെയ്യുക. അങ്ങനെ നമ്മുടെ ബാറ്ററി ലെവൽ ഇൻഡിക്കേറ്ററിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 1K-യുടെ 5 റെസിസ്റ്ററും 5 LED-യും മാത്രം മതി ഇതിന്. അപ്പം ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കുക. അപ്പം ഈ ഒരു ചുവപ്പ് LED-യുടെ കാലിലാണ് ഇവിടെയാണ് നമ്മൾ ഇതിൻ്റെ ഇൻപുട്ട് കണക്ട് ചെയ്യേണ്ടത്. പ്ലസും അടിയിൽ ഒരു കോപ്പർ കമ്പി നീണ്ടെടുക്കുന്ന റെസിസ്റ്ററിൻ്റെ എല്ലാം കൂടെ ഒരുമിച്ച് കണക്ട് ചെയ്തേക്കുന്നത് അവിടെയാണ് നെഗറ്റീവും കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ബാറ്ററിയിൽ നമുക്ക് കണക്ട് ചെയ്യുമ്പം ഇത് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ പറ്റും. ഈ ഒരു ബാറ്ററിയിൽ നമ്മൾ കണക്ട് ചെയ്തപ്പോഴത്തേക്കും 80% ചാർജ് കാണിക്കുന്നുണ്ട്. ഈ ഒരു ബാറ്ററിക്ക് ഇപ്പോൾ ഏകദേശം 11 വോൾട്ടോ അല്ലെ 10 വോൾട്ടൊക്കെ ആയിരിക്കും കാണുള്ളൂ. അപ്പം കുറച്ച് ദിവസമായിട്ട് ഞാൻ ചാർജ് ചെയ്തിട്ട് കുറച്ച് ദിവസമായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു ബാറ്ററിയിൽ 11 വോൾട്ടോ ഉള്ളതുകൊണ്ടാണ് ഇപ്പം 80% കാണിക്കുന്നത്. ഇനി നമുക്ക് വേറെയും പല ബാറ്ററികളും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ഇനിയും ഇതുപോലുള്ള ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും. നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ
നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി ഒന്ന് ഓണാക്കിയിടണം. ഇപ്പോൾ നമ്മളൊരു 12 വോൾട്ടിൻ്റെ ബാറ്ററിയിൽ കണക്ട് ചെയ്ത സമയത്ത് ഇവിടെ 5 LED തെളിയുന്നുണ്ട്. അപ്പം 100% ചാർജ് ഉണ്ടെന്ന് മനസ്സിലാക്കാം ഈ ഒരു ബാറ്ററിക്ക്. ഇനി നമ്മളൊരു 9 വോൾട്ടിൻ്റെ ബാറ്ററിയിലാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബാറ്ററിയിൽ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം 3 LED ഒക്കെയാണ് തെളിയുന്നത്. അപ്പം ഏകദേശം 60% ചാർജ് കാണിക്കുകയുള്ളൂ. ഇതിൻ്റെ കാരണം വേറെ ഒന്നുമില്ല, ഇത് 9 വോൾട്ടിൻ്റെ ബാറ്ററി ആയതുകൊണ്ടാണ്.